ഓക്കെ, ഹലോ എവരി വൺ. ഇനി നമുക്ക് നോക്കേണ്ട ടോപ്പിക് എന്ന് പറയുന്നത് എറേഴ്സ് ഇൻ അക്കൗണ്ടിങ് ആണ്. അക്കൗണ്ടിങ്ങിൻ്റെ അകത്ത് പറ്റുന്ന തെറ്റുകൾ. അതായത് നമുക്കറിയാം, അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു അത്യാവശ്യം കാര്യം ചെയ്ത് പരിചയമുള്ളവന് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ അവൻ മാത്രം ശ്രദ്ധിച്ചാൽ നടക്കുന്ന കാര്യമാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. റെക്കോർഡിംഗ് ആയിരുന്നാലും അതിനെ ക്ലാസിഫൈ ചെയ്യുന്നാലും എവിടെയെങ്കിലും ഒരു അബദ്ധം പറ്റിയാൽ മതി, എന്ത് സംഭവിക്കും? മൊത്തത്തിൽ അങ്ങ് പഴിച്ചു പോകും. ഒരിടത്ത് പറ്റുന്ന തെറ്റ് അങ്ങോട്ട് പിന്നെ കോപ്പി ചെയ്ത് പോകും. കാര്യം ഒരുപാട് പ്രോസസ്സ് ഉള്ളതല്ലേ. അതുകൊണ്ട് അക്കൗണ്ടിങ്ങിനകത്ത് പറ്റുന്ന തെറ്റുകളെക്കുറിച്ച് കൂടി നമുക്ക് എന്തുണ്ടാവണം? ഒരു ധാരണ ഉണ്ടാവണം. അതിനാണ് എറേഴ്സ് ഇൻ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞൊരു സ്പെസിഫിക് ഏരിയ ആയിട്ട് നമ്മൾ പഠിക്കുന്നത്. ഇപ്പോൾ നമ്മൾ എപ്പോഴും പല അക്കൗണ്ടിങ് പഠിക്കുന്ന ഒട്ടുമിക്ക എല്ലായിടത്തും എറേഴ്സ് ഇൻ അക്കൗണ്ടിങ്ങിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യം, നമുക്ക് അലേർട്ടായിരിക്കാം ഏതൊക്കെ തെറ്റുകൾ വരാം, എങ്ങനെയൊക്കെ വെച്ചാൽ നമ്മളെല്ലാം ചുമ്മാ ചെയ്ത് പോവാതെ, അല്ലെങ്കിൽ നമ്മൾ അവസാനം എന്തെങ്കിലും ടാലി ആവാതിരിക്കുമ്പോൾ നമുക്ക് ഭാഗത്ത് എവിടെയോ തെറ്റ് പറ്റിയിട്ടുണ്ടാവും എന്നുള്ളൊരു അലേർട്ട്നെസ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, തെറ്റുകൾ എവിടെയൊക്കെ പറ്റുമെന്നുള്ളൊരു ധാരണ ഉണ്ടായാലേ, അല്ലെങ്കിൽ എത്ര ടൈപ്പ് തെറ്റുകൾ ഉണ്ടാകുമെന്നൊരു ധാരണ ഉണ്ടായാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഹൗ ടു റെക്ടിഫൈ ദം എന്നുള്ളതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാവും. അസുഖം എന്താണെന്ന് അറിഞ്ഞാലല്ലേ നമുക്ക് മരുന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ ഇവിടെ തെറ്റെന്താണെന്ന് നമുക്ക് അറിഞ്ഞാൽ അതെങ്ങനെ തിരുത്താം എന്നുള്ളതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തറിഞ്ഞിരിക്കണം? തെറ്റുകളെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. കാര്യം എല്ലാ തെറ്റും അങ്ങനെ പെട്ടെന്ന് തിരുത്താൻ പറ്റുന്നതല്ല. എന്നാൽ തിരുത്താൻ പറ്റുന്ന തെറ്റുണ്ട്, അതിനെ തിരുത്താൻ അതിൻ്റേതായ വഴികളുണ്ട്. ഒരു സിമ്പിൾ ലോജിക്കുണ്ട് അതിൻ്റെ പിന്നിൽ, അതും കൂടെ നമ്മൾ അറിയണം. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബേസിക്കലി എറേഴ്സ് പഠിക്കുന്നത്. അക്കൗണ്ടിങ്ങിലെ എറേഴ്സിനെ കുറിച്ചൊരു ധാരണ ഉണ്ടാകണമെന്ന് പറയുന്നത് കൊണ്ടാണ്. നമുക്ക് നോക്കാം എത്ര ടൈപ്സ് ഓഫ് എറേഴ്സ് ഉണ്ട്. ബേസിക്കലി 4 ടൈപ്പ് ഓഫ് എററുണ്ട്. 1 2 3 4 ഓക്കെ, 4 ടൈപ്പ് എററുണ്ട്. ദ വെരി ഫസ്റ്റ് വൺ ഈസ് എറർ ഓഫ് പ്രിൻസിപ്പിൾ. പിന്നെ വരുന്നത് എറർ ഓഫ് ഒമിഷനാണ്. എറർ ഓഫ് കമ്മീഷനുണ്ട്. കോമ്പൻസേറ്റിംഗ് എററുണ്ട്. ഇങ്ങനെ 4 ടൈപ്പിലാണ് എന്ത് വരുന്നത്? അക്കൗണ്ടിങ്ങിനകത്ത് തെറ്റുകൾ പറ്റുന്നത്. അക്കൗണ്ടിങ്ങിനകത്ത് പറ്റുന്ന തെറ്റുകളെ ബേസിക്കലി നമുക്ക് 4ആയിട്ട് വേർതിരിക്കാം. എറർ ഓഫ് പ്രിൻസിപ്പൾ, എറർ ഓഫ് ഒമിഷൻ, എറർ ഓഫ് കമ്മീഷൻ, എറർ ഓഫ് അല്ലെങ്കിൽ കോമ്പൻസേറ്റിംഗ് എറർ എന്ന് തിരിക്കാം. ആദ്യത്തേത് എറർ ഓഫ് പ്രിൻസിപ്പിൾ. നമ്മൾ തുടക്കത്തിൽ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ. പ്രിൻസിപ്പിൾസ് ഓഫ് അക്കൗണ്ടിങ് പഠിച്ചിട്ടില്ലേ? ഗ്യാപ്പൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ. ഈ ഗ്യാപ്പിൻ്റെ അകത്ത് പറയുന്ന എന്തെങ്കിലും ഒരു സംഭവം തെറ്റിച്ച് നമ്മൾ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? എറർ ഓഫ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഈ സംഭവത്തിൻ്റെ പ്രത്യേകത എന്താ? നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ അതൊരു തെറ്റായിട്ടേ തോന്നത്തില്ല. ബട്ട് നമുക്ക് ഗ്യാപ്പ് എന്ന് പറഞ്ഞ് ലോകത്ത് എല്ലാ അക്കൗണ്ടിങ്ങും ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഫോളോ ചെയ്ത ഒരു റൂളുള്ളതുകൊണ്ട്, അങ്ങനെ റൂൾ നമ്മുടെ മുമ്പിലുള്ളതുകൊണ്ട് അതെന്ത് തന്നെയാണ്? തെറ്റ് തന്നെയാണ്. അല്ല ചുമ്മാ നോക്കിയാൽ അതൊരു തെറ്റായിട്ടൊന്നും തോന്നത്തില്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ എന്ത് ചെയ്യാണ്? ഒരു AC വാങ്ങുകയാണ്. ഓക്കെ, എൻ്റെ ബിസിനസ്സിലേക്ക് ഞാനൊരു AC വാങ്ങുകയാണ്. ഈ AC വാങ്ങാൻ എൻ്റെ കയ്യിൽ നിന്ന് ഒരു 25,000 ചിലവായി. അപ്പോൾ AC വാങ്ങിച്ച് എനിക്ക് ഫിറ്റ് ചെയ്യണമല്ലോ. ഫിറ്റ് ചെയ്യാൻ വേണ്ടി എൻ്റെ കയ്യിൽ നിന്ന് ഒരു എത്ര ചിലവായി? 2,500 ചിലവായി. അപ്പോൾ എൻ്റെ ACയുടെ വില 25,000. 2,500 രൂപ ഞാൻ എന്ത് ചെയ്തു? എനിക്ക് ഒരു ഇത് കൊടുക്കേണ്ടി വന്നു. ഒരു ആർക്കോ വേജ് കൊടുക്കേണ്ടി വന്നു. ഞാനിങ്ങനെ എഴുതി വയ്ക്കുകയാണ്. ഓക്കെ, 2,500 ACയുടെ അസറ്റായ ACയുടെ വാല്യൂ 25,000 ആണ്. 2,500 ഞാൻ എന്ത് കൊടുക്കുന്നു? ഇത് വയ്ക്കാൻ വേണ്ടിയിട്ട് ചാർജായിട്ട് ഫിക്സിങ് ചാർജ് എന്നോ അങ്ങനെ എന്തോ ഒരു എക്സ്പെൻസ് ആയിട്ട് ഞാൻ അങ്ങ് കാണിക്കുകയാണ്. ഇത് ശരിയാണോ? ഒറ്റ നോട്ടം നോക്കിയാൽ ഒരു കുഴപ്പമില്ല. ഫിറ്റിങ്ങിന് വേണ്ടി ഉണ്ടാക്കിയ ചിലവ് എക്സ്പെൻസ് ആണല്ലോ, അല്ലേ? എന്നാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതേ ഉദാഹരണം ഒന്ന് തിരിച്ചാലോചിച്ച് നോക്കേണ്ടത് എവിടെ വെച്ചിട്ടാണ്? ഗ്യാപ്പ് വെച്ചിട്ടാണ്. ഗ്യാപ്പിൽ എവിടെയെങ്കിലും ഇതിനെപ്പറ്റി പറയുന്നതായിട്ട് ഓർക്കുന്നുണ്ടോ? പെട്ടെന്ന് ഓർമ്മ വരുമെന്ന് എനിക്കറിയത്തില്ല. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ആ പ്രിൻസിപ്പിൾ എന്താ പറയുന്നത്? നമ്മൾ ബിസിനസ്സിന് വേണ്ടി ഒരു അസറ്റ് വാങ്ങുമ്പോൾ അതിന് അഡ്ജസ്റ്റൻ്റ് ആയിട്ടുണ്ടാവുന്ന എല്ലാ ചിലവും എന്തായിട്ട് തന്നെ കാണിക്കണം? ആ അസറ്റിൻ്റെ ഫൈനൽ വിലയിലേക്ക് ആഡ് ചെയ്തിട്ട് വേണം അസറ്റിൻ്റെ വാല്യൂ ഇവിടെ കാണിക്കാൻ, നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ കാണിക്കാൻ. ഇതേ ഉദാഹരണം അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ, എൻ്റെ AC വാങ്ങാൻ ഞാൻ ചിലവാക്കിയത് 25,000 രൂപ. അതിൻ്റെ കൂടെ 2,500 അത് ഫിക്സ് ചെയ്യാൻ വേണ്ടി ഞാൻ ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ, എൻ്റെ ബുക്കിൽ AC എന്ന് പറയുന്ന അസറ്റ് കാണിക്കുമ്പോൾ അതിൻ്റെ വില എത്രയായിരിക്കണം? 27,500 ആയിരിക്കണം. ഇതിൻ്റെ സം ആയിരിക്കണം. അല്ലാതെ 25,000 വേറെ 2,500 എക്സ്പെൻസ് ആയിട്ടല്ല കാണിക്കാനുള്ളത്. അക്കോർഡിംഗ് ടു വാട്ട്? ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് പ്രിൻസിപ്പിൾ. അങ്ങനെ ഒരു പ്രിൻസിപ്പിൾ ഉള്ളത് കൊണ്ട് ഞാൻ നേരത്തെ ചെയ്തത് എന്താണ്? തെറ്റാണ്.
അല്ലാത്ത പക്ഷം അത് തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അല്ലേ, നമുക്ക് പെട്ടെന്ന് കാണാൻ പോലും തോന്നുന്നില്ല. മനസ്സിലായല്ലോ? ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്, എറർ ഓഫ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഗ്യാപ്പിൻ്റെ അകത്ത് പറയുന്ന ഏതെങ്കിലും ഒരു അസംഷനോ പ്രിൻസിപ്പിളോ തെറ്റിച്ചുകൊണ്ട് നമ്മൾ ഒരു അക്കൗണ്ടിങ് എൻട്രി നടത്തിയാൽ അതിനാണ് എറർ ഓഫ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത എററിലേക്ക് പോവാം, എറർ ഓഫ് ഒമിഷൻ. എറർ ഓഫ് ഒമിഷൻ എന്ന് പറഞ്ഞ പേരിൽ തന്നെ ഉണ്ടെന്നാണ്, വിട്ടുപോകുന്ന എറർ. ഓക്കെ, എറർ ഓഫ് ഒമിഷൻ എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് എന്തെങ്കിലും എഴുതാൻ വിട്ടുപോകുന്നതിനാണ് എറർ ഓഫ് ഒമിഷൻ എന്ന് പറയുന്നത്. എറർ ഓഫ് ഒമിഷനെ പിന്നെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കംപ്ലീറ്റ് ഒമിഷനും വരാം, പിന്നെ എന്തും വരാം, പാർഷ്യൽ ഒമിഷനും വരാം. അതായത് മൊത്തത്തിൽ എഴുതാൻ വിട്ടുപോയ അവസ്ഥയും വരാം, പകുതി എഴുതിയില്ല എന്നുള്ളൊരവസ്ഥയും വരാം അല്ലേ. അത് രണ്ടിൻ്റെ ഉദാഹരണം നമുക്കൊന്ന് നോക്കാം. കംപ്ലീറ്റ് ഒമിഷൻ അങ്ങനെ ഉദാഹരണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. എന്തോ ഒരു ട്രാൻസാക്ഷൻ നടന്നു, നമ്മൾ എന്ത് ചെയ്തില്ല, റെക്കോർഡ് ചെയ്തില്ല. അതിനെ എന്തെന്ന് വിളിക്കുന്നത്, കംപ്ലീറ്റ് ഒമിഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ പാർഷ്യൽ ഒമിഷൻ എന്തായിരിക്കും, പകുതി എൻ്റർ ചെയ്തു, പകുതി എൻ്റർ ചെയ്തില്ല. ഫോർ എക്സാമ്പിൾ, ഞാൻ എന്ത് ചെയ്യാണ്, ഒരു എൻ്റെ ബിസിനസ്സിൽ ഒരു 5000 രൂപയുടെ പർച്ചേസ് നടത്തിയാണ്. അപ്പോൾ എൻ്റെ ജേർണൽ എൻട്രി എന്തായിരിക്കും, പർച്ചേസ് അക്കൗണ്ട് ഡെറ്റഡ് ടു ക്യാഷ് 5000 ഇൻ ദ ഡെബിറ്റ്, 5000 ഇൻ ദ ക്രെഡിറ്റ്. ഈ ജേർണൽ എൻട്രിയുടെ അർത്ഥം എന്താ, പർച്ചേസ് എന്ന് പറയുന്ന ഒരു എക്സ്പെൻസ് എൻ്റെ ബിസിനസ്സിലുണ്ടായി, എക്സ്പെൻസ് കൂടി. എക്സ്പെൻസ് കൂടുമ്പോൾ അക്കോർഡിംഗ് ടു ദ ഗോൾഡൻ റൂൾസ് ഓഫ് അക്കൗണ്ടിങ് എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. ക്യാഷ് എന്ന് പറയുന്ന ഒരു അസറ്റ് കുറഞ്ഞു, അസറ്റ് കുറയുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം അല്ലേ. അതാണ് ഇവിടെ സംഭവിച്ചത്. അപ്പോൾ നമുക്ക് ആ കോൺസെപ്റ്റ് ഓക്കെയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ എഴുതിയിരിക്കുന്നതിൻ്റെ അർത്ഥം എന്താ, 5000 രൂപയുടെ പർച്ചേസ് നടന്നു, അത് കാരണം 5000 രൂപയുടെ ക്യാഷ് പോയി. ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുന്നു, പർച്ചേസ് എന്തുകൊണ്ടാണ് നമ്മൾ എക്സ്പെൻസ് ആയിട്ട് പറയുന്നത്, നമ്മൾ വിൽക്കാൻ വേണ്ടി വാങ്ങുന്ന സാധനങ്ങളെ അസറ്റായിട്ട് പറയാറില്ല. ബിക്കോസ് അസറ്റായിട്ട് പറയണമെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് ലോങ് ടേം ആയിരിക്കണം. പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങൾ ബെനിഫിറ്റ് ലോങ് ടേം അല്ല, കൂടിപ്പോയി 1 വർഷം, അതിൽ കൂടുതൽ നിൽക്കത്തില്ല എന്നാണ് നമ്മുടെ എക്സ്പെക്റ്റേഷൻ. നിന്നും വരാം, ഇല്ലെന്നല്ല. ആ കാര്യം അത് പലർക്കും ഉള്ളൊരു സംശയമാണ്. നമ്മൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി വാങ്ങുന്ന സ്റ്റോക്ക് ഗുഡ്സ് എന്ന് പറഞ്ഞൊരു അസറ്റായിട്ട് കാണിക്കാത്ത എന്താണെന്നുള്ളത്, അതുകൊണ്ടൊന്നും മെൻഷൻ ചെയ്തതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ പർച്ചേസ് അക്കൗണ്ട് ഇട്ടിട്ട് ക്യാഷ് എന്നായിരിക്കും അവിടെ ജേർണൽ എൻട്രി വരിക. അപ്പോൾ എന്നുള്ള പ്രശ്നം അതല്ല, നിങ്ങൾക്കറിയാം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതേപോലെ ഒരുപാട് ജേർണൽ എൻട്രീസ് എഴുതുന്നു, എന്നിട്ട് പീരിയോഡിക്കലി വർഷത്തിലൊരിക്കലോ മാസത്തിലൊരിക്കലോ നമ്മളിതിനെ എന്ത് ചെയ്യും, നമ്മളിതിനെ നമ്മുടെ ലെഡ്ജർ അക്കൗണ്ടുകളിലേക്ക് മാറ്റും. ലെഡ്ജർ അക്കൗണ്ടിലേക്ക് മാറ്റുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ പർച്ചേസിന് ഡെബിറ്റ് കൊടുത്തത് എവിടെ കാണിക്കണം, പർച്ചേസിൻ്റെ അക്കൗണ്ടിലും കാണിക്കണം. ക്യാഷിന് ക്രെഡിറ്റ് കൊടുത്തത് ക്യാഷ് ബുക്കിൽ അഥവാ ക്യാഷ് അക്കൗണ്ടിലും കാണിക്കണം അല്ലേ, എന്നാലേ അത് കംപ്ലീറ്റ് ആകത്തുള്ളൂ. പക്ഷേ നമ്മൾ എന്ത് ചെയ്തു, പർച്ചേസിനെടുത്ത് പർച്ചേസിൻ്റെ ബുക്കിൽ എഴുതി, എന്നാൽ ക്യാഷ് എഴുതാൻ വിട്ടുപോയി. അപ്പോൾ അവസാനം ട്രയൽ ബാലൻസ് ഉണ്ടാക്കുമ്പോൾ എന്ത് സംഭവിക്കും, 2 സൈഡും ബാലൻസ് ആവത്തില്ല. കാര്യം എന്തുകൊണ്ടാണ്, ഡെബിറ്റ് എങ്ങനെ വരുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എന്നാൽ ക്രെഡിറ്റിൽ എന്ത് സംഭവിച്ചെന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്തിട്ടില്ല. അങ്ങനെ മെൻഷൻ ചെയ്തേ പോവാമോ, കാര്യം എന്തുകൊണ്ടാണ്, നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു ഡബിൾ എൻട്രി സിസ്റ്റമാണ്. ആ ഒരു ക്ലാരിറ്റി നമ്മൾ ക്ലിയറായിട്ട് പ്രോപ്പറായിട്ട് കൺസിഡർ ചെയ്യേണ്ടതെല്ലാം കൺസിഡർ ചെയ്താണ് പോകുന്നുണ്ട് എന്ന് പിന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമുക്കൊരു ഡബിൾ എൻട്രി സിസ്റ്റം തന്നെ ഉള്ളത്. അങ്ങനെ അല്ലാതെ പോകുന്നൊരവസ്ഥ എവിടെ വരും, ഈ പറഞ്ഞ പോലെ പിന്നെ ഒരു പാർട്ട് മാത്രം ഒമിറ്റ് ചെയ്ത് പോകുമ്പോൾ ഉണ്ടാകും. മനസ്സിലായല്ലേ? ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പാർഷ്യൽ ഒമിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഒമിഷൻ മീൻസ് എഴുതാൻ വിട്ടുപോയ അവസ്ഥയാണ്. കംപ്ലീറ്റ് ഒമിഷൻ മീൻസ് നമ്മൾ ആ ജേർണൽ എൻട്രിയെ ഇവിടെ വന്നിട്ടില്ല, അല്ലെങ്കിൽ ആ ജേർണൽ എൻട്രി ഒരിടത്തും മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷേ പാർഷ്യൽ ഒമിഷൻ ആണെങ്കിലോ ഇതുപോലെ ഒരു പാർട്ട് വന്നു മറ്റേ പാർട്ട് വന്നില്ല. ഒന്നും വരാതിരിക്കുന്നതിനേക്കാളും വലിയ പ്രശ്നക്കാരനാണ് എന്താണ്, ഈ പകുതി മാത്രം വരുന്നതിൻ്റെ അല്ലേ. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി അടുത്ത ടൈപ്പ് ഓഫ് എറർ നോക്കാം. അടുത്തതാണ് എറർ ഓഫ് കമ്മീഷൻ. എറർ ഓഫ് ഒമിഷൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം എറർ ഓഫ് കമ്മീഷനെ. ഇവിടെ എഴുതിയില്ല എന്നല്ല, എഴുതി പക്ഷേ തെറ്റിപ്പോയി. ഫോർ എക്സാമ്പിൾ, ഞാനൊരു കടയിൽ ചെന്ന് 2050 രൂപയുടെ സാധനം വാങ്ങിച്ചു. ഓക്കെ, ഞാൻ വാങ്ങിച്ച എത്ര രൂപയുടെ സാധനം, 2050 രൂപയുടെ സാധനം. ഇത് ഞാൻ എൻ്റെ അക്കൗണ്ടിലേക്ക് എഴുതിയപ്പോൾ അല്ലെങ്കിൽ എൻ്റെ ബുക്കിലേക്ക് മെൻഷൻ ചെയ്തപ്പോൾ എമൗണ്ട് എത്രയായിപ്പോയി, 2500 ആയിപ്പോയി. 2050 രൂപയുടെ സാധനം വാങ്ങിച്ച് എഴുതിയപ്പോൾ എത്ര ആയിപ്പോയി, 2500 ആയിപ്പോയി. എന്ത് സംഭവിച്ചു, ഒരു 450 അധികം വന്നില്ലേ. ഇത് എവിടെ സംഭവിക്കാം, ലെഡ്ജറിൽ നമ്മൾ ജേർണലിൽ നമ്മൾ ആദ്യം എഴുതുമ്പോഴും സംഭവിക്കാം,
ജേണലിൽ നിന്ന് ലെഡ്ജറിലേക്ക് നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോൾ അവിടെയും സംഭവിക്കാം അല്ലേ? ഇതൊന്നും ഇപ്പോൾ പ്രാക്ടിക്കലി സംഭവിക്കാറില്ല. കാര്യം എന്താണ്, എല്ലാം കമ്പ്യൂട്ടറാണ്. നമ്മൾ ജേണൽ എൻട്രി എഴുതുമ്പം ബാലൻസ് ഷീറ്റിൽ വരെ ഡയറക്റ്റ് പോവുകയാണ്. പക്ഷേ ഇവിടെ എന്താ നമ്മൾ അറിയേണ്ടത്? ഈ പറഞ്ഞ പോലെ എന്ത് സംഭവിക്കാം? എറർ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ എറർ ഓഫ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എഴുതി ബട്ട് തെറ്റിപ്പോയി. ഇപ്പോൾ എറർ ഓഫ് ഒമിഷൻ എന്ന് പറഞ്ഞാൽ എഴുതിയതേ ഇല്ല, അല്ലെങ്കിൽ പാർഷ്യലായിട്ട് എഴുതിയുള്ളൂ. എറർ ഓഫ് കമ്മീഷൻ അങ്ങനെയല്ല, നമ്മൾ എഴുതിയിട്ടുണ്ട് പക്ഷേ എഴുതിയ സാധനം തെറ്റിപ്പോയി എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? ഇനി ലാസ്റ്റ് കോമ്പൻസേറ്റിംഗ് എറർ. നമ്മൾ കേട്ടതിൽ വെച്ച് ഏറ്റവും രസമുള്ള ഒരു എററാണ് കോമ്പൻസേറ്റിംഗ് എറർ എന്ന് പറയുന്നത്. ബട്ട് അത് അത്ര പ്രാക്ടിക്കലി സംഭവിക്കുമെന്നുള്ളത് സംശയമാണ്. സംഭവിക്കാറുണ്ട് താനും. ഓക്കെ, കോമ്പൻസേറ്റിംഗ് എറർ എന്ന് പറഞ്ഞാൽ എന്താ സാധനം? രണ്ട് എറർ സംഭവിച്ചിട്ടുണ്ടാവും. ഓക്കെ, എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? രണ്ട് എറർ സംഭവിച്ചിട്ടുണ്ടാവും. ഇതിൽ ഒരു എററിൻ്റെ എഫക്റ്റ് മറ്റേ എറർ അങ്ങ് കടത്തി വെട്ടുന്നു, ഇല്ലാതാക്കുന്നു, നള്ളിഫൈ ചെയ്യുന്നു. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നിങ്ങളുടെ ഒരു കാര്യം ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ചേട്ടനോ ചേച്ചിയോ ആരെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾ എന്ത് ചെയ്യാണ്? ഒരേ ബ്രാൻഡിൻ്റെ അല്ലെങ്കിൽ ഒരേ ടൈപ്പിൻ്റെ ഷൂസ് രണ്ട് കളറിലായിട്ട് നിങ്ങൾ വാങ്ങിച്ചു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാണ്? ഇയാൾ ഈ ഷൂസും ഇട്ടുകൊണ്ട് പോയി. രണ്ടുപേരുടെ കാലം ഏതാണ്ട് ഒരേ സൈസാണെന്ന് വിചാരിക്കുക. മറ്റേ ആൾ ഈ ഷൂസും ഇട്ടുകൊണ്ട് പോയി. നിങ്ങളറിയോ അവിടെ ഒരു എറർ സംഭവിച്ചിട്ടുണ്ട്? രണ്ടുപേരുടെയും കാലിൽ വരേണ്ട ഷൂസല്ല രണ്ട് കാലിലും കിടക്കുന്നത്. ഒരു കാലിൽ കിടക്കുന്നുണ്ട്, ഓക്കെ, മറ്റേ കാലിൽ കിടക്കുന്ന വേറെ ഷൂസാണ്. പക്ഷേ എന്ത് ചെയ്യും നിങ്ങളറിയോ? കാര്യം പെട്ടെന്ന് നിങ്ങൾ കളർ നോക്കും, തിരിച്ചറിയില്ലെന്നല്ല ഞാൻ പറയുന്നത്. ബട്ട് പെട്ടെന്ന് ഇട്ടുകൊണ്ട് പോകുന്നു. പെട്ടെന്ന് ഒരു അത്യാവശ്യത്തിൽ ഇതിങ്ങനെ മാറി ഇട്ടുകൊണ്ട് പോയാൽ എന്ത് സംഭവിക്കുന്നു? പിന്നെ രണ്ടുപേരും അറിയാതെ രണ്ടുപേരും അങ്ങ് ഇറങ്ങിപ്പോവും അല്ലേ? രണ്ടുപേരെയും അത് ബാധിക്കുന്നില്ല, അൺലെസ് വി ആർ കെയർഫുൾ അബൌട്ട് ഇറ്റ്. ഇതാണ് കോമ്പൻസേറ്റിംഗ് എറർ എന്ന് പറയുന്നത്. രണ്ട് എറർ സംഭവിച്ചു. ഈ എറർ കാരണം എന്തുണ്ടായി? പിന്നെ ഒരു എറർ മറ്റേ എററിനെ അങ്ങ് കോമ്പൻസേറ്റ് ചെയ്ത് പോയി. അതുകൊണ്ട് നമ്മൾ അങ്ങനെ അധികം കാണാതെ ശ്രദ്ധിക്കാതെ പോയി. എന്നാൽ അത് എററായിട്ട് അവിടെ തന്നെ കിടക്കുന്നു. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്? നമ്മുടെ ബിസിനസ്സിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു 1200 രൂപയുടെ പിന്നെ പർച്ചേസ് നടത്തി. ഓക്കെ, 1200 രൂപയുടെ പർച്ചേസ് നടത്തുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ ക്യാഷിന് എന്ത് സംഭവിക്കും? നമ്മുടെ ക്യാഷ് 1200 രൂപ കുറയും. പക്ഷേ നമ്മൾ എന്ത് ചെയ്തു? ഈ 1200 രൂപ അവിടെ എഴുതാൻ വിട്ടുപോയി. നമ്മൾ റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി. മൊത്തത്തിൽ അങ്ങ് ഒമിറ്റ് ചെയ്ത് പോയി. പക്ഷേ ഈ ഒമിറ്റ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും മനസ്സിലാവണമല്ലോ. പക്ഷെ നമുക്ക് മനസ്സിലായില്ല. കാര്യം എന്താണെന്നറിയോ? നമുക്ക് അതേ ദിവസം അല്ലെങ്കിൽ തൊട്ടടുത്തൊരു ദിവസം തന്നെ ഒരു 1200 രൂപയുടെ സെയിൽ നടന്നു. സെയിൽ നടക്കുമ്പോൾ നമ്മുടെ കയ്യിരിക്കുന്ന ക്യാഷ് കൂടുമോ കുറയോ? ക്യാഷ് കൂടും. അത് നമ്മൾ എന്ത് ചെയ്തു? എഴുതാൻ വിട്ടുപോയി. അപ്പോൾ 1200 രൂപയുടെ ക്യാഷ് കയ്യിൽ നിന്ന് പോയതും എഴുതാൻ വിട്ടുപോയി, 1200 രൂപയുടെ ക്യാഷ് കൈ കിട്ടിയതും എഴുതാൻ വിട്ടുപോയി. അപ്പോൾ ക്യാഷ് പൊസിഷൻ എന്തെങ്കിലും സംഭവിക്കുമോ? ഒന്നും സംഭവിക്കില്ല. കാര്യം എന്തുകൊണ്ടാണ്? ഒരു ഇൻകമിങ്ങും ഒരു ഔട്ട് ഗോയിങ്ങും അല്ലെങ്കിൽ ഒരു റെസിപ്റ്റും ഒരു പേയ്മെൻറ്റും വിട്ടുപോയി ഒരേ എമൗണ്ടിലുള്ള. അതുകൊണ്ട് അവിടെ ക്യാഷ് പൊസിഷന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അവിടെ എന്ത് സംഭവിക്കും? ഈ രണ്ട് എററും തമ്മിൽ കോമ്പൻസേറ്റ് ചെയ്ത് സംഭവിച്ചതായേ വെളി കാണത്തില്ല. മനസ്സിലായില്ലേ? ഇതാണ് എന്തെന്ന് പറയുന്നത്? കോമ്പൻസേറ്റിംഗ് എറർ. റെയറാണ്, ബട്ട് സംഭവിക്കാറുണ്ട് താനും. അപ്പോൾ ഇത്രയും ടൈപ്പ് ഓഫ് എററാണ് ഇവിടെ ഉള്ളത് നമ്മുടെ അക്കൗണ്ടിങ്ങിനകത്ത് പൊതുവേ നടക്കുന്നത്. അപ്പോൾ ടൈപ്പ് ഓഫ് എറർ ഏതാണ്ട് ഒരു ധാരണ കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് നമ്മൾ അറിയേണ്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, ഈ ടൈപ്പൊക്കെ ട്രയൽ ബാലൻസിനെ എഫക്റ്റ് ചെയ്യുമോ ഇല്ലയോ? അതായത് ഈ ഓരോ ടൈപ്പ് എററും എന്തുണ്ട്? ട്രയൽ ബാലൻസ്. നമ്മൾ ട്രയൽ ബാലൻസ് ഉണ്ടാക്കുന്നത് എന്തിനാ? ട്രയൽ ബാലൻസ് ഉണ്ടാക്കുന്നത് നമ്മുടെ അരിത്തമെറ്റിക്കൽ ആക്യുറസി അറിയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഇത്രയും കാലം കണക്ക് ചെയ്ത് വന്നത് ശരിയാണോ തെറ്റാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തെറ്റാണെങ്കിൽ ഇവിടെ കാണണം. ട്രയൽ ബാലൻസ് ആവാതെ വരണമല്ലോ. നമ്മൾ ചെയ്തതിൽ തെറ്റുണ്ടെങ്കിൽ ട്രയൽ ബാലൻസ് ആവത്തില്ല, അല്ലെങ്കിൽ ഈക്വൽ ആവത്തില്ല, ടാലി ആവത്തില്ല എന്നാണല്ലോ നമ്മുടെ വൈപ്പ്. പക്ഷേ ഈ എല്ലാ തെറ്റുകളും ട്രയൽ ബാലൻസിന് കണ്ടെത്താൻ കഴിയില്ല. അതായത് ഇതിലെ ചില തെറ്റുകൾ നിലനിന്നാലും ട്രയൽ ബാലൻസ് എന്താവാം? ടാലി ആവാം. സോ ഏതൊക്കെ തെറ്റുകളാണ് ട്രയൽ ബാലൻസിനെ എഫക്റ്റ് ചെയ്യുന്നത്, ഏതൊക്കെയാണ് എഫക്റ്റ് ചെയ്യാത്തത്, നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ തെറ്റൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ എങ്ങനെ നമ്മളതിനെ റെക്ടിഫൈ ചെയ്യും? അതിനെ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. നമ്മൾ പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കേണ്ടതുണ്ട്. എന്നാൽ അതിൻ്റെ പിന്നിലൊരു കോമൺ ലോജിക്കുണ്ട്. അത് മാത്രം ഞാനൊന്ന് പറഞ്ഞ്
ഈ വീഡിയോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളൂടെ നമുക്കൊന്ന് നോക്കാനുണ്ട്. നമുക്കൊന്ന് വിശദമായിട്ട് തന്നെ നോക്കാം. ഏറ്റവും ആദ്യം എറർ ഓഫ് പ്രിൻസിപ്പിൾ ഒന്ന് ആലോചിച്ച് നോക്കിയടാ. എറർ ഓഫ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന സാധനം നമുക്ക് ട്രയൽ ബാലൻസിനകത്ത് കണ്ടെത്താൻ പറ്റുമോ? ഒരിക്കലും കണ്ടെത്താൻ പറ്റത്തില്ല. കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ എന്താണ് ആ ഒരു പ്രിൻസിപ്പിളുണ്ട് ഗ്യാപ്പിൻ്റെ അകത്ത് ഇന്നൊരു സാധനം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് ചിന്തിച്ചാൽ മാത്രമേ അത് എന്താവുന്നുള്ളൂ, തെറ്റാവുന്നുള്ളൂ. അല്ലാത്ത പക്ഷെ അത് തെറ്റൊന്നുമല്ല. നമ്മൾ സാധാരണ നമ്മുടെ എന്താണ് LIC IC എന്നൊക്കെ നമ്മൾ പറഞ്ഞ് പഠിച്ച ആ ഗോൾഡൻ റൂൾ പ്രകാരം തന്നെ ആയിരിക്കാം ആ എൻട്രി എഴുതിയിട്ടുള്ളത്. എങ്കിലും ഒരു പ്രശ്നവും നമുക്ക് എവിടെ കാണത്തില്ല, ഈ പറഞ്ഞ ട്രയൽ ബാലൻസിൻ്റെ അകത്ത് കാണാൻ പറ്റത്തില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ട്രയൽ ബാലൻസിൽ കാണാൻ പറ്റുന്ന തെറ്റുകൾ എന്ന് പറഞ്ഞാൽ ആർക്ക് തിരിച്ചറിയാൻ പറ്റുന്ന തെറ്റുകളാണ്? ഒരു സാധാരണക്കാരനായ അക്കൗണ്ടൻറ്റിന് തിരിച്ചറിയാൻ പറ്റുന്ന തെറ്റുകളായിരിക്കും. ഈ ഗ്യാപ്പിൻ്റെ കാര്യമൊന്നും അവർക്ക് അറിയണമെന്നില്ല. അതാരറിയും? നമ്മുടെ CA-കാരറിയും. അതുകൊണ്ടല്ലേ നമ്മൾ CA-കാരെ കൊണ്ടൊന്ന് ഓഡിറ്റ് ചെയ്യിപ്പിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് എറർ എറർ ഓഫ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞ സാധനം എവിടെ കാണത്തില്ല? നമ്മൾ ഈ പറഞ്ഞ ട്രയൽ ബാലൻസ് ഉണ്ടാക്കി നോക്കുമ്പോൾ, ഞാൻ വീണ്ടും പറയുന്നു, ട്രയൽ ബാലൻസ് ഉണ്ടാക്കുന്നതിൻ്റെ പർപ്പസ് എന്താണ്? തെറ്റുകൾ തിരിച്ചറിയുക. നമ്മൾ അക്കൗണ്ടിൽ തെറ്റുണ്ടെങ്കിൽ എന്താ ട്രയൽ ബാലൻസ് ഈക്വലാവാൻ പാടില്ലെന്നാണ്. ആ തെറ്റുകൾ തിരിച്ചറിയുക എന്നതാണ് നമ്മുടെ ഉദ്ദേശമെങ്കിലും എല്ലാ തെറ്റുകളും ട്രയൽ ബാലൻസിൽ കാണത്തില്ല. അതിലൊരു ഉദാഹരണമാണ് എറർ ഓഫ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത് നോക്കേണ്ടത് ഒമിഷനാണ്. എറർ ഓഫ് ഒമിഷൻ. ഒമിഷൻ രണ്ട് തരത്തിലുണ്ടല്ലോ, കംപ്ലീറ്റ് ഒമിഷനും പാർഷ്യൽ ഒമിഷനും. ശ്രദ്ധിക്കുക, കംപ്ലീറ്റ് ഒമിഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ പറഞ്ഞ ട്രയൽ ബാലൻസിൻ്റെ സഹായത്തോടെ തിരിച്ചറിയാൻ പറ്റില്ല. പാർഷ്യൽ ഒമിഷൻ നമുക്ക് തിരിച്ചറിയാൻ പറ്റിയേക്കും. എല്ലായിടത്തും 100% പറയുന്നില്ല. കാര്യം പാർഷ്യൽ ഒമിഷൻ എന്നതിൻ്റെ ഡെഫിനിഷൻ കുറച്ചും കൂടെ ഡീപ്പായിട്ട് നോക്കിയാൽ 100% നമുക്ക് പറയാൻ പറ്റത്തില്ല. എങ്കിലും പറയാം, കുഴപ്പമില്ല. അപ്പോൾ എന്താണ്? കംപ്ലീറ്റ് ഒമിഷൻ നമുക്ക് ഒരിക്കലും തിരിച്ചറിയാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ്? ഒരിടത്തും വന്നിട്ടില്ലെങ്കിൽ അങ്ങനെ ഒരു സാധനം തെറ്റിയെന്ന് പറയാൻ പറ്റില്ലല്ലോ. മനസ്സിലായില്ല? അവിടുത്തെ തെറ്റെന്താണ്? നമ്മൾ ഒരിടത്ത് എഴുതിയിട്ടില്ല എന്നുള്ള തെറ്റാണ്. എഴുതിയിട്ട് തെറ്റിച്ചാലേ നമുക്ക് കണക്ക് കൂട്ടി കണ്ടെത്താൻ പറ്റും. എഴുതിയിട്ടേ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെ കണക്ക് കൂട്ടി കണ്ടെത്താനാണ്? പറ്റത്തില്ല. പക്ഷേ ഈ പാർഷ്യൽ ഒമിഷൻ എന്താണ്? നമ്മൾ എഴുതിയിട്ട് തെറ്റിച്ചതാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രയൽ ബാലൻസിൻ്റെ സഹായത്തോടു കൂടി അത് തിരിച്ചറിയാൻ പറ്റും. അടുത്ത എറർ നോക്കിയടാ. എന്തായിരുന്നു? എറർ ഓഫ് കമ്മീഷൻ. അതായത് നമ്മൾ എഴുതി തെറ്റിച്ചു. അവിടെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞ ട്രയൽ ബാലൻസിൻ്റെ സഹായത്തോടു കൂടി തിരിച്ചറിയാൻ പറ്റും. ബട്ട് ശ്രദ്ധിക്കുക, ഇവിടെയും നമ്മൾ ജേണൽ എൻട്രി എഴുതിയ സ്ഥലം മുതലേ തെറ്റിയിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആദ്യമേ തെറ്റിയാണ് എഴുതിയെങ്കിൽ പിന്നെ ഒരിടത്തും തിരിച്ചറിയാൻ പറ്റത്തില്ല. ഇൻ ദ പ്രോസസ്സിൽ എവിടെയെങ്കിലാണ് നമുക്ക് ഈ തെറ്റ് പറ്റിയെങ്കിൽ നമ്മുടെ എറർ ഓഫ് കമ്മീഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ? തിരിച്ചറിയാൻ പറ്റും, ഒരു സംശയവുമില്ല. മോസ്റ്റ് പ്രോബബിളി കേസസിൽ എന്താണ് എറർ ഓഫ് കമ്മീഷൻ തിരിച്ചറിയാൻ പറ്റും. കാര്യം തെറ്റ് പറ്റുന്നത് നമ്മൾ എവിടെ പറ്റും? ജേണൽ പ്രോപ്പറായിട്ട് എഴുതി ലെഡ്ജറിലേക്ക് മാറ്റി എഴുതിയപ്പോൾ തെറ്റിപ്പോയി എന്നൊക്കെ ഉള്ളതാണ്. ഇനി ജേണലിൽ തന്നെയാണ് തെറ്റ് പറ്റിയതെങ്കിൽ, ആദ്യമേ തെറ്റ് പറ്റിയെങ്കിൽ എറർ ഓഫ് കമ്മീഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? തിരിച്ചറിയാൻ പറ്റി എന്ന് വരില്ല. നൗ ദ ലാസ്റ്റ് വൺ, കോമ്പൻസേറ്റിംഗ് എറർ. പേരിൽ തന്നെ പറയുന്നുണ്ട്, ഒരു തെറ്റിനെ മറ്റേ തെറ്റ് എന്ത് ചെയ്യുന്നു? കോമ്പൻസേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അത് തിരിച്ചറിയാൻ പറ്റി എന്ന് വരത്തില്ല. അപ്പോൾ ശ്രദ്ധിച്ചേടാ, ഇപ്പോൾ തിരിച്ചറിയാൻ പറ്റുന്ന തെറ്റുകൾ ഏതൊക്കെയാണ്? ഈ പറയുന്ന പാർഷ്യൽ ഒമിഷനും എറർ ഓഫ് കമ്മീഷനും. അതായത് എഴുതാൻ പകുതി വിട്ടുപോയാലോ എഴുതിയത് തെറ്റിപ്പോയാലോ നമുക്ക് എവിടെ തിരിച്ചറിയാൻ പറ്റും? ട്രയൽ ബാലൻസ് എന്ന് പറയുന്ന യന്ത്രത്തിൻ്റെ സഹായത്തോടു കൂടി, യന്ത്രമൊന്നുമല്ല കേട്ടോ, ഒരു സ്റ്റേറ്റ്മെൻറ്റ് സഹായത്തോടു കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ അക്കൗണ്ടിങ്ങിൻ്റെ അകത്ത് ഈ പറഞ്ഞ 4 ടൈപ്പ് ഓഫ് എററുകൾ സംഭവിക്കാം. ആ സംഭവിക്കുന്ന എററിൻ്റെ അകത്ത് ഈ പറഞ്ഞ 2 ടൈപ്പ് മാത്രമേ ട്രയൽ ബാലൻസ് തിരിച്ചറിയുന്നുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കി, ട്രയൽ ബാലൻസ് എന്തേ ചെയ്യുന്നുള്ളൂ? എല്ലാ ഡെബിറ്റും ക്രെഡിറ്റും എടുത്ത് തന്നെ ടോട്ടൽ ഈക്വൽ ആണെന്നേ നോക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ എഴുതിപ്പോയത് കറക്റ്റാണെന്നുണ്ടെങ്കിൽ ഡെബിറ്റും ക്രെഡിറ്റും ഈക്വലായിട്ട് വരും. പക്ഷേ അതിലെവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാലാണ് ഇത് അൺഈക്വലായിട്ട് പോകുന്നത്. ഓക്കെ അല്ലേ? ലാസ്റ്റായിട്ട് ഈ തെറ്റുകളെ നമ്മൾ എങ്ങനെ തിരുത്തുമെന്നും കൂടെ നമുക്കൊന്ന് നോക്കാം. ഒരു ഉദാഹരണം ഞാൻ എന്താ പറയുകയാണ്, നമ്മുടെ ഒരു ബിസിനസ് അവരെന്ത് ചെയ്യാണ്, ഒരു 5000 രൂപയുടെ മിഷനറി വാങ്ങിച്ചു. ഓക്കെ, 5000 മിഷനറി അവർ വാങ്ങുകയാണ്. ഈ മിഷനറി വാങ്ങിച്ച് അതിൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞ കേസ് തന്നെ വേണമെങ്കിൽ ഒന്നും പറയാം. 5000 AC ആണ് വാങ്ങിച്ചതെന്ന് പറയാം. അപ്പം കുറച്ചും കൂടെ നമ്മൾ നേരത്തെ പറഞ്ഞാണല്ലോ. 5000 വേണ്ട, നമുക്ക് പഴയ കഥയിലേക്ക് തന്നെ വീണ്ടും പോകാം. നമ്മുടെ കഥാനായകൻ എന്ത് ചെയ്യുന്നു? 25,000 ഒരു AC വാങ്ങുന്നു. ഈ AC വാങ്ങിയിട്ട് അതിൻ്റെ കൂടെ 2500 ഇൻസ്റ്റാളേഷന് ചിലവാക്കുന്നു. എന്നിട്ട് ഇയാൾ എന്ത് ചെയ്യാണ്?
ഇത് അയാളുടെ ഒരു എക്സ്പെൻസായിട്ട് കണക്കാക്കുന്നു. ഇതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മുടെ ബുക്കിൻ്റെ അകത്തുണ്ട്. ഇപ്പോഴും നമ്മുടെ ഈ ബുക്ക് അവൈലബിൾ ആണ്, നോക്കാം. ഓക്കെ, നമ്മളൊരു ഓഫറൊക്കെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പെട്ടെന്ന് അതിന് പരീക്ഷയപ്പോൾ ഒരുപാട് പിള്ളേർ ബുക്ക് കിട്ടുന്നില്ല എന്നും പറഞ്ഞിട്ട് സങ്കടം പറയുന്നുണ്ട്. നമ്മളൊരു അത്യാവശ്യം ഓഫറിനെ കൊടുക്കുന്നുണ്ടെന്ന് കയറി നോക്കാം. ഒരുപാട് സോൾഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടും. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. പോട്ടെ, ഇത് പറയാം. ഇത് നമുക്ക് നമ്മളിപ്പോൾ പറഞ്ഞ ഉദാഹരണമാണല്ലോ. 25,000 രൂപയുടെ ഒരു അസറ്റ്, AC എൻ്റെ ബിസിനസ് വാങ്ങുകയാണ്. പക്ഷേ അയാൾ എന്ത് തെറ്റ് ചെയ്തു? അതിൻ്റെ കൂടെ AC വാങ്ങുമ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ചിലവാക്കിയ 2,500 ഒരു എക്സ്പെൻസായിട്ട് കാണിച്ചു. ഓക്കെ, ഇൻസ്റ്റാളേഷൻ എക്സ്പെൻസ് എന്ന് പറഞ്ഞൊരു എക്സ്പെൻസായിട്ട് കാണിച്ചു. പക്ഷേ ഇത് ഒരു എറർ ഓഫ് പ്രിൻസിപ്പിളാണ്. എന്ത് എററാണ്? ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് പ്രിൻസിപ്പിൾ അനുസരിച്ച് എന്തേ ചെയ്യാവൂ? ഇതിന് എക്സ്പെൻസായിട്ട് കാണിക്കാൻ പാടില്ല. പകരം ഇവിടെ കാണിക്കണമെന്നാ ഈ പറഞ്ഞ AC വിലേൻ്റെ കൂടെ കൂട്ടി 27,500 രൂപയുടെ AC ആണ് വാങ്ങിച്ചത് എന്ന രീതിക്ക് പ്രസൻറ്റ് ചെയ്യണമായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് പറ്റിയ തെറ്റ്. ഇനി നമുക്ക് നോക്കാം. 2 കാര്യങ്ങൾ അറിയേണ്ടത്. ഒന്ന്, എന്ത് തെറ്റ് എൻട്രിയാണ് ഇയാൾ എഴുതിയത്. രണ്ടാമത്തത്, എന്ത് ശരിയായിട്ട് വരണമായിരുന്നു. ഇതിൽ നിന്ന് നമുക്ക് എന്ത് വെളിയിലെടുക്കാം? ആ തെറ്റിനെ തിരുത്തുന്ന ജേണൽ എൻട്രി എങ്ങനെ എഴുതാമെന്ന് മനസ്സിലാക്കാം. ഞാനൊന്ന് നോക്കാൻ പോവാണ്. ഓക്കെ, അയാളപ്പോൾ 2,500 ഇൻസ്റ്റാളേഷൻ എക്സ്പെൻസ് ആയിട്ടാണ് കാണിച്ചേ. അപ്പോൾ എന്തായിരിക്കും എഴുതിയ ജേണൽ എൻട്രി? ഇൻസ്റ്റാളേഷൻ എക്സ്പെൻസ് ഡെറ്റഡ് ടു ക്യാഷ് ആയിട്ടാണ് കൊടുത്തതെന്ന് വിചാരിക്കുക. 2,500 ഇതാണ് അയാൾ എഴുതിയ തെറ്റായ ജേണൽ എൻട്രി. ഓക്കെ, ഇനി ശരിക്കും വരേണ്ടിയിരുന്നത് ശരിക്കും വരേണ്ടിയിരുന്നത് ഇൻസ്റ്റാളേഷൻ എക്സ്പെൻസിന് പകരം AC അക്കൗണ്ടാണ് വിചാരിക്കുക. AC അക്കൗണ്ട് ഡെറ്റഡ് ടു ക്യാഷ് 2,500. ഓക്കെ, അപ്പം ഞാൻ എവിടെ ഏത് തെറ്റ് വന്നാലും റെക്ടിഫൈ ചെയ്യേണ്ട രീതിയാണ് പറഞ്ഞു തരുന്നത്. ഒന്ന് ശ്രദ്ധിച്ചേ. ഇതാണ് കറക്റ്റ് എൻട്രി, ഇതാണ് ഇതാണ് തെറ്റിപ്പോയ റോങ് എൻട്രി. ഇതാണ് നമുക്ക് യഥാർത്ഥത്തിൽ വരേണ്ടിയിരുന്ന കറക്റ്റ് എൻട്രി. റോങ് എൻട്രിയും കറക്റ്റ് എൻട്രിയും കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? റെക്ടിഫയിങ് ജേണൽ എൻട്രി. ഇതിലൊരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടല്ലോ, ആ തെറ്റ് തിരുത്തുന്ന എൻട്രി വരണം. അതിനാണ് റെക്ടിഫയിങ് എൻട്രി എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഒന്ന് നോക്കിയിടാ. തെറ്റിപ്പോയത് എന്താ? അനാവശ്യമായിട്ട് ഇപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ആർക്കാണ് ഡെബിറ്റ് കൊടുത്തേക്കുന്നത്? നമ്മൾ ഡെബിറ്റ് കൊടുത്തേക്കുന്നത് ഫസ്റ്റ് തെറ്റ് ഇൻസ്റ്റാളേഷൻ എക്സ്പെൻസിനാണ്. യഥാർത്ഥത്തിൽ ആർക്കാണ് വരേണ്ടിയിരുന്നത്? AC അക്കൗണ്ടിനാണ് വരേണ്ടിയിരുന്നത്. പക്ഷേ ക്രെഡിറ്റ് കറക്റ്റായിട്ട് ക്യാഷിന് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ വരേണ്ട ക്യാഷിനായിരുന്നു 2,500 തന്നെയായിരുന്നു. ക്യാഷിന് തന്നെയാണ് 2,500 കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇവിടെ ആകെ പറ്റിയ തെറ്റെന്താണ്? ഡെബിറ്റ് മാറിപ്പോയി. അതായത് ഇൻസ്റ്റാളേഷൻ എക്സ്പെൻസിന് അനാവശ്യമായിട്ട് ഡെബിറ്റ് കൊടുത്തു. AC അക്കൗണ്ടിന് കിട്ടേണ്ടിയിരുന്ന ഡെബിറ്റ് കിട്ടിയതുമില്ല. അപ്പോൾ AC അക്കൗണ്ടിന് ഡെബിറ്റ് കിട്ടണം, ഇൻസ്റ്റാളേഷന് കിട്ടിയ ഡെബിറ്റ് പോവുകയും വേണം. ഒരു ഡെബിറ്റ് മാറാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ക്രെഡിറ്റ് ചെയ്താൽ മതി അല്ലേ? അപ്പോൾ ഇൻസ്റ്റാളേഷൻ എക്സ്പെൻസിന് പോകണമെങ്കിൽ, അതായത് അവർക്ക് അനാവശ്യമായിട്ട് കിട്ടിയ ഡെബിറ്റ്, അതായത് അവരുടെ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ, ലെഡ്ജർ അക്കൗണ്ട് നമ്മളിങ്ങനെ വരയ്ക്കുമ്പോൾ അവരുടെ ഡെബിറ്റ് സൈഡ് അനാവശ്യമായിട്ട് കൂടി നിൽക്കുന്നുണ്ട്. 2,500 കൂടി നിൽക്കുന്നുണ്ട്. അത് കുറയണമെങ്കിൽ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് സൈഡിൽ 2,500 കൂടെ വരണം. അപ്പോൾ എന്ത് സംഭവിച്ചു? ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല എന്നായി. നമ്മുടെ എന്തുപോലെ? കോമ്പൻസേറ്റിംഗ് എറർ പോലെ. മനസ്സിലായില്ലേ? അപ്പോൾ ഇൻസ്റ്റാളേഷൻ എക്സ്പെൻസിന് എന്താ സംഭവിച്ചത്? അനാവശ്യമായിട്ടൊരു 2,500 ഡെബിറ്റ് വന്നു. ഈ ഡെബിറ്റിന് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഇല്ലാണ്ടാക്കാൻ പോവാണ്. ഇങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നാക്കാൻ പോവാണ്. എന്ത് ചെയ്താൽ മതി? അവർക്കൊരു ക്രെഡിറ്റ് കൊടുത്താൽ മതി. എന്നാൽ AC അക്കൗണ്ടിന് വരേണ്ട ഡെബിറ്റ് വന്നിട്ടുമില്ല. ഒരു ഡെബിറ്റും കിട്ടി, ഒരു ക്രെഡിറ്റും കിട്ടി. നമുക്കൊരു ജേണൽ എൻട്രി ആയില്ലേ? അതിനാണ് നമ്മൾ റെക്ടിഫയിങ് ജേണൽ എൻട്രി എന്ന് പറയുന്നത്. അതാ നമ്മൾ റെക്ടിഫയിങ് ജേണൽ എൻട്രി എഴുതാൻ പോകുന്നു. AC അക്കൗണ്ടിന് കിട്ടേണ്ടിയിരുന്ന ഡെബിറ്റ് കിട്ടിയില്ല. സോ AC അക്കൗണ്ട് ഇട്ടിട്ടു 2,500. ഇനി അനാവശ്യമായിട്ട് ഇൻസ്റ്റാളേഷൻ എക്സ്പെൻസ് നമ്മളൊരു ഡെബിറ്റ് കൊടുത്തു. അതിന് പോംവഴിയായിട്ട് പരിഹാരമായിട്ട് ഇൻസ്റ്റാളേഷൻ എക്സ്പെൻസ് അക്കൗണ്ടിന് നമ്മൾ എന്ത് കൊടുക്കുന്നു? 2,500 ഒരു ക്രെഡിറ്റ് കൊടുക്കുന്നു. അപ്പോൾ ആ ഡെബിറ്റ് അവിടെ വന്നില്ല എന്നായോ? ഇതായിരിക്കും നമ്മുടെ റെക്ടിഫയിങ് എൻട്രി. അപ്പോൾ എന്ത് ചെയ്യുക? ആ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി വിശ്വസിക്കുന്നു. ആദ്യം എന്ത് തെറ്റാണ് സംഭവിച്ചത്
അതിൻ്റെ ജേണൽ എൻട്രി എഴുതുക. രണ്ടാമത് ശരിക്കും വരേണ്ടിയിരുന്ന ജേണൽ എൻട്രി എഴുതുക. ഡെബിറ്റും ക്രെഡിറ്റും നോക്കുക. എവിടെയെങ്കിലും സെയിം ആണെന്നുണ്ടെങ്കിൽ സെയിം അല്ലാത്തതിനെ എങ്ങനെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാം, എങ്ങനെ നമുക്ക് കണക്കിലെടുക്കാം എന്ന് നോക്കി പുതിയൊരു ജേണൽ എൻട്രി എഴുതുക. ഇതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? റെക്ടിഫയിങ് ജേണൽ എൻട്രി എന്ന് വിളിക്കുന്നത്. ഒരു ഉദാഹരണം ഞാനിവിടെ പറഞ്ഞു. ഒരുപാട് സോൾവ്ഡ് എക്സാമ്പിൾസ് നമ്മുടെ ബുക്കിൻ്റെ അകത്തുണ്ട്. ഈ ബുക്ക് അവൈലബിൾ ആണെന്ന് നോക്കുക. ഓക്കെ, അത്യാവശ്യം സ്ഥിരം ചോദിക്കുന്നൊരു സാധനമാണ് റെക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് അക്കൗണ്ടിങ് എറർ, അതിൻ്റെ ടൈപ്പ് എന്താണ്, എങ്ങനെ റെക്ടിഫൈ ചെയ്യാം, ട്രയൽ ബാലൻസിനെ ബാധിക്കുന്നതാണോ ബാധിക്കാത്തതാണോ, എല്ലാത്തിനും കുറിച്ചൊരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദയവേത് എന്ത് ചെയ്യുക, വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഉറപ്പായിട്ട് നമ്മൾ മറുപടി തരുന്നതായിരിക്കും. താങ്ക് യു ഓൾ.